കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒരു വാർത്ത നൽകിയിരുന്നു. സവ്യസാചിയുടെ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തി തന്നെയായിരുന്നു ഞങ്ങൾ നൽകിയിരുന്നത്. ഏതായാലും അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് കൂടി ഇപ്പോൾ നൽകുകയാണ്. 6 മണ്ഡലങ്ങളായിരുന്നു അന്ന് എന്താണ് പുതിയ ട്രെൻഡ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നൽകിയിരുന്നത്. ഇപ്പോൾ ആ പുതിയ ട്രെൻഡിന് ചെറിയ ചില മാറ്റങ്ങൾ കൂടി വന്നിരിക്കുന്നു. ഏതായാലും ആ 6 മണ്ഡലങ്ങളിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നില ഇങ്ങനെ തന്നെയാണ്. തൃശ്ശൂരിൽ ത്രികോണ മത്സരം ശക്തമായി തന്നെ നടക്കുന്നു. അവിടെ സുരേഷ് ഗോപിക്ക് തന്നെയാണ് എഡ്ജ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ NDA, അതായത് BJP നേതൃത്വം നൽകുന്ന NDA 33%, തൊട്ടുപിന്നിൽ LDF 32%, UDF 32% എത്തി. കഴിഞ്ഞ തവണ നമ്മൾ നൽകുമ്പോൾ UDFിൻ്റെ പെർസെൻറ്റേജ് 30 ആയിരുന്നെങ്കിൽ അത് 32ആയി. അതായത് രണ്ടാമത് 2 പേര് എത്തിയിരിക്കുന്നു. സുനിൽകുമാറും ഒപ്പം തന്നെ K മുരളീധരനും എത്തിയിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് തന്നെ 1% എഡ്ജ് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ശക്തമായ ഒരു പ്രചരണം ഉണ്ടായെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ ജയിച്ചു കയറാൻ കഴിയും ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും അവിടുത്തെ ഇപ്പോൾ അതിൻ്റെ ശതമാനത്തിൻ്റെ കണക്ക് കുറഞ്ഞിട്ടുണ്ട്. അത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അന്ന് നൽകുമ്പോൾ ഏതാണ്ട് 4% വ്യത്യാസമുണ്ട് എങ്കിൽ ഇപ്പോൾ അത് 2% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തരൂരിന് തന്നെയാണ് മുൻതൂക്കം. തരൂരിന് 35%, രാജീവ് ചന്ദ്രശേഖർ 33%. ഇവിടെ ശ്രദ്ധേയമായ കാര്യം LDFിൻ്റെ സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ ആദ്യ തവണ ഞങ്ങൾ ഈ അപ്ഡേറ്റ് നൽകുമ്പോൾ 26% ഇപ്പോൾ അത് 29% എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ നിലവിലത്തെ സ്ഥിതി UDF 34% മുന്നിട്ട് നിൽക്കുന്നു. LDF തൊട്ടു പിന്നാലെ എത്തി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പത്തനംതിട്ടയെ സംബന്ധിച്ച് 31%, NDA 29% എത്തിയിരിക്കുന്നു. നേരത്തെ 30 ഉണ്ടായിരുന്നത് അല്പം ഇടിവ് തട്ടിയിട്ടുണ്ട്. പ്രചരണത്തിൽ വന്ന പോരായ്മ ആയിരിക്കാം ഒരുപക്ഷെ. ഏതായാലും വലിയ രീതിയിൽ തന്നെയുള്ള മത്സരം അവിടെ നടക്കുന്നു. ആറ്റിങ്ങലിലേക്ക് വരുമ്പോൾ UDF 33%, അതായത് LDF ആയിരുന്നു ഇതുവരെ മുന്നിട്ട് നിന്നിരുന്നെങ്കിൽ അവിടെ മാറി മറിഞ്ഞിരിക്കുന്നു. UDF 33%, LDF 32%. NDA ശ്രദ്ധേയമായ ഒരു കാര്യം 28% നിന്ന് NDA 30% ഉയർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് NDAയും ജയിക്കുന്ന സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വോട്ടിംഗ് വ്യത്യാസം 3% മാത്രം. തിരുവനന്തപുരത്തേക്ക് അതെത്തുമ്പോൾ 2% എത്തുന്നു. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അത് UDF 38%, KC വേണുഗോപാൽ വളരെയേറെ മുന്നിൽ നിൽക്കുമ്പോൾ 33% LDFിൻ്റെ ആരിഫ് തൊട്ടു പിന്നാലെ. ഇവിടെയും ശ്രദ്ധേയമായ കാര്യം NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. 18% നമ്മൾ കഴിഞ്ഞ അപ്ഡേറ്റ്സിൽ നൽകിയെങ്കിൽ ഇപ്പോൾ അത് 26% മാറിയിരിക്കുന്നു. ഈ വളരെ കുറച്ച് ദിവസങ്ങളിലുള്ള ആക്റ്റീവായി വർക്ക് ചെയ്താൽ ഒരുപക്ഷെ അത് 30 കടക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പാലക്കാട്ടേക്ക് എത്തുമ്പോൾ അവിടെ UDF 36%, LDF 35%, NDA 26% എത്തി നിൽക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ്. വിവിധ സർവേ ഏജൻസികളിൽ നിന്ന് ലഭ്യമായ ആ ഒരു ഇൻപുട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി സംവേദിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.